എറണാകുളം ജില്ലയിലുള്ള അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വരുന്ന കാലടി പ്ലാന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂള്. ഈ സ്കൂളിന്റെ പ്രതാപകാലത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു ദിവസം വന്നുപോയിരുന്ന വിദ്യാലയമാണ്. ഇപ്പോൾ വളരെ കുറച്ച് വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കുന്നുള്ളൂ. എങ്കിൽ കൂടിയും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള കാഴ്ചപ്പാടോടെയാണ് അവിടുത്തെ അധ്യാപകരും PTA ഒക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ കഴിഞ്ഞ ജനുവരി 14 തീയതി സ്കൂളിന്റെ വാർഷികാഘോഷമായിരുന്നു. വാർഷികാഘോഷത്തിന്റെ വേദിയിൽ വെച്ചിട്ട് സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഉപജില്ലാ തലത്തിലും ജില്ലാ തലത്തിലൊക്കെ പോയി കലാകായിക മത്സരങ്ങളിൽ വിജയികളായിട്ടുള്ള കുട്ടികൾക്ക് മെമന്റോ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സ്കൂളിന്റെ സാമ്പത്തികാവസ്ഥയും സ്കൂളിലെ മൊത്തത്തിലുള്ള കുട്ടികളുടെ എണ്ണമൊക്കെ വളരെ കുറവായതുകൊണ്ട് ഈ ഒരു വാർഷികാഘോഷം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുക എന്ന് പറയുന്നത് PTA സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു അവസരത്തിലാണ് കുട്ടികൾക്ക് മെമന്റോ കൊടുക്കാനായിട്ടുള്ള ഒരു സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് അയ്യമ്പുഴ എൻ്റെ ഗ്രാമം എന്ന വാട്സപ്പ് കൂട്ടായ്മനെ തളിയൻ ഷായിച്ചേട്ടൻ സമീപിക്കുന്നത്. അയ്യമ്പുഴ എൻ്റെ ഗ്രാമം എന്നുള്ള വാട്സപ്പ് കൂട്ടായ്മ അയ്യമ്പുഴ പഞ്ചായത്തിൽ നിരവധിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഇടപെടുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. നാട്ടിൽ നിരവധിയായിട്ടുള്ള മറ്റു പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയ ജാതി മത ഭേദങ്ങളൊന്നുമില്ലാതെ നാട്ടിലെ അർഹരായിട്ടുള്ള ആളുകളിലേക്ക് സഹായങ്ങൾ എത്തിക്കാനായിട്ട് എപ്പോഴും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ആളുകളും അതിന്റെ അഡ്മിൻസും ശ്രമിക്കാറുണ്ട് എന്നുള്ളത് വളരെ അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ്. സ്കൂളിന്റെ PTA പ്രസിഡന്റ് തളിയൻ ഷായിച്ചേട്ടൻ ഗ്രൂപ്പിലെ ഒരു സജീവ അംഗം കൂടിയാണ്. ഇങ്ങനൊരു ആവശ്യം ഞങ്ങളുടെ അടുത്ത് അറിയിച്ച സമയത്ത് വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും ആ ഒരു കാര്യം സ്വീകരിച്ചത്. കാരണം ഈ ഗ്രൂപ്പിലുള്ള ഭൂരിഭാഗം ആളുകളും ഇതിന് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കൊടുത്ത് മെമ്പേഴ്സിൻ്റെന്നും അഡ്മിൻസിൻ്റെന്നൊക്കെ ആയിട്ട് കളക്ട് ചെയ്ത ഒരു എമൗണ്ട് കഴിഞ്ഞ ദിവസം സ്കൂളിലെത്തി ഷായിച്ചേട്ടൻ്റെ സാന്നിധ്യത്തിൽ സ്കൂളിൻ്റെ HMന് കൈമാറുകയുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളുടെ സാമ്പത്തികാവസ്ഥയും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണവും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ സാമ്പത്തികാവസ്ഥയൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അറിയാവുന്നതാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ സ്കൂൾ നടത്തുന്ന വലിയ പരിപാടികളിൽ സ്കൂളിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് സൗഹൃദങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെല്ലാം മാറ്റി നിർത്തി പറ്റാവുന്ന സഹായങ്ങളെല്ലാം സ്കൂളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു PTA പ്രസിഡന്റിന്റെ ചുമതലയാണ്. ആ കാര്യത്തിൽ ഷാജേട്ടൻ എടുക്കുന്ന എഫേർട്ടുകളെ പ്രത്യേകം അഭിനന്ദിക്കാതെ വയ്യ. പൊതുസമൂഹത്തിന്റെ ഇടപെടലുകൾ സ്കൂളിലേക്ക് ഉണ്ടാവുന്നത് സ്കൂളിന്റെ പുരോഗതിക്കും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഒക്കെ പുരോഗതിക്കും നല്ലൊരു കാര്യമാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള ആളുകളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നടത്തുന്ന പരിപാടികളിൽ വന്ന് പങ്കെടുത്ത് അതിൽ സമ്മാനമൊക്കെ വാങ്ങിപ്പോകുന്ന കുട്ടികളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവും, ഞാനും വളർന്ന് വലുതായി എന്തെങ്കിലും ഒരു ജോലി നേടി കഴിയുമ്പോൾ എൻ്റെ കൂടി ഒരു കോൺട്രിബ്യൂഷൻ ഇതുപോലുള്ള പരിപാടികളിൽ സ്കൂളിലേക്ക് നൽകണം എന്നുള്ള മഹത്തായൊരു സന്ദേശം കൂടി ഇത്തരത്തിലുള്ള പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി പൊതുവിദ്യാലയങ്ങൾ പരിപാടികൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ നൽകുന്നുണ്ട്. പ്ലാന്റേഷൻ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് അങ്ങോട്ടും ഇതുപോലുള്ള പരിപാടികളിൽ നാട്ടുകാരായിട്ടുള്ള എല്ലാ ആളുകളുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു സഹായം സ്കൂളിന് വേണ്ടി ചെയ്യാനായിട്ട് സഹകരിച്ച അയ്യമ്പുഴ എൻ്റെ ഗ്രാമം വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും ഇതിന് നേതൃത്വം കൊടുത്ത ആൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.